ഹലോ ഗൈസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ നടാൻ പറ്റിയ ഓർണമെൻ്റൽ ലീഫി പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾട്ടർനാത്ര അല്ലെങ്കിൽ ജോസഫ് സ്കോട്ട് എന്നറിയപ്പെടുന്ന ഒരു ബുഷി പ്ലാന്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡീപ്പ് ബർഗണ്ടി കളറാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ ഗ്രോത്ത് ഉണ്ടാകുന്നൊരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കളറ് തന്നെ ഈ ഒരു പ്ലാന്റിനുണ്ടായിരിക്കും. ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ്. അടുത്തതാണ് നമ്മുടെ കലേഡിയം പ്ലാന്റ്. ഇതിനെ ഹേർട്ട് ഓഫ് ജീസസ് എന്നും അറിയപ്പെടാറുണ്ട്. മേ ബി അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഒരു ഹേർട്ട് ഷേപ്പും അതിനൊരു ഔട്ടർ ഒരു ഗ്രീൻ കളർ ബോർഡറും വന്നിട്ട് അകത്ത് നല്ലൊരു ഡീപ്പ് കളർ പിങ്ക് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ്. ഇത് നമുക്ക് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മൾ വെയിലത്ത് അത്യാവശ്യം സൺലൈറ്റ് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു കളർ ഈ ഒരു ലീവ്സിന് കയറി വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വന്നിട്ട് ട്യൂബേഴ്സ് അല്ലെങ്കിൽ ബൾബ്സ് വെച്ചിട്ടാണ്. പ്ലാന്റാണ് അഗ്ലോനെമ റെഡ് ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളേഴ്സാണ്. ഒരു റെഡും ലൈറ്റ് ഗ്രീനും മിക്സ്ഡ് ആണ്. ഇതും ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്ലാന്റാണ് ആരോ ഹെഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു സിങ്കോണിയം വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ ലീഫും അതിൻ്റെ മിഡിലിൽ വരുന്ന ആ ഒരു വൈറ്റ് ലൈനുമാണ്. ഒരു വെൽവെറ്റ് സ്ട്രക്ചറാണ് ഇതിൻ്റെ ലീവ്സിന് വരുന്നത്. ലോ മെയിൻ്റനൻസ് പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ പേര് ഗോൾഡ് ഡസ്റ്റ് ക്രോട്ടോൺ എന്നാണ്. വളരെ തിന്നായിട്ടുള്ള ലീവ്സ് ആണ്. കൂടുതലും യെല്ലോയും പിന്നെ കുറച്ച് ഗ്രീനും മിക്സ്ഡ് ആണ്. ഇതൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട്. ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഒരു ബുഷ് പോലെ ഇത് വളരും. ഇതും ഒരു ക്രോട്ടോൺ വെറൈറ്റി തന്നെയാണ്. ഇത് നല്ല ഡീപ്പ് യെല്ലോയും ലൈറ്റ് ഗ്രീൻ കളറിലും ഉള്ളതാണ്. ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. ഇത് ഒരു ബുഷി പ്ലാന്റ് ആണ്. നമുക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിൽ ഒരു സ്റ്റെം ഗോൾഡ് ഡസ്റ്റ് ക്രോട്ടോണിൻ്റെ ബഡ് ചെയ്ത് ചേർത്തിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റെമ്മാണത്. ഇത് ഒരു റെഡ് ടീ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗുഡ് ലക്ക് പ്ലാന്റ് എന്നുള്ളത്. ഇതിന് ഒരു നല്ലൊരു ബർഗണ്ടി കളറാണ് വരുന്നത്. സ്റ്റെം കട്ടിങ് വഴിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഇതാണ് സ്പൈഡർ പ്ലാന്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ നാരോ ലീവ്സ് ആണ്. ലീഫിൻ്റെ ബോർഡറായിട്ട് ഒരു ക്രീമി കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗാർഡൻ ബൗണ്ടറി ആയിട്ടൊക്കെ തന്നെ ഈ പ്ലാന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ടർട്ടിൽ വൈൻ. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഫ്ലഷി ലീഫും സ്റ്റെമ്മും ആയിരിക്കും. സ്റ്റെം കട്ടിങ് വഴി നമുക്ക് ഇത് ഈസിലി ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എക്കാലിഫ. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ക്രീമി ആയിട്ടുള്ള ബോർഡറാണ്. ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ലീഫാണ് വരുന്നത്. ആ ഒരു ബോർഡറാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതാണ് ക്രീപ്പിംഗ് ടിക് ട്രിഫോയിൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിലൊരു പുൽത്തകിടിയൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.